اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وبه نستعين اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنف هذا الكتاب اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഹിക്മത്താണ് എടുക്കാൻ പോണത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ വിഷയം പറഞ്ഞു തരേണ്ടത് അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കിയ ആൾക്കാരാണ്. കേൾക്കേണ്ടതും അങ്ങനെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ മഅരിഫത്തിന്റെ ഉന്നതമായ തലങ്ങളിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് പറഞ്ഞു തരേണ്ട വിഷയമാണ് ഇപ്പം നമ്മൾ പറയാൻ പോണത്. എന്നാലും നമ്മളെ ബുദ്ധിക്കനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ആ വിഷയം പറയാം. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട ഇബ്നു അതാഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ വഹുവല്ലദീ അൽഹറ കുല്ല ശൈഇൻ. ഇത് കുറച്ച് തോന്നണ്ട കേട്ടോ, ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ അധികം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ, എങ്ങനെയാണ് വല്ല വസ്തുവും അവനെ മറക്കുക. വഹുവല്ലദീ, നിശ്ചയം അല്ലാഹു തആല, അൽഹറ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും പ്രത്യക്ഷമാക്കിയവൻ അവനാണ്. അതായത് ഈ ലോകം എന്ന് പറയുന്നത് നിശ്ചലമായിരുന്നു. ലോകം എന്ന് പറയുന്നത് ഇരുട്ടിലായിരുന്നു, അന്ധകാരത്തിലായിരുന്നു. അതിലുള്ള എല്ലാ വസ്തുക്കൾക്കും അസ്തിത്വം നൽകിയത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഒരു പൂവിൽ നിന്ന് ലഭിക്കുന്നതായ സുഗന്ധവും നമ്മളെ കണ്ണഞ്ചിപ്പിക്കുന്നതായ കളറുകളും നമ്മുടെ ഉന്മേഷത്തിലാക്കുന്ന പല വസ്തുക്കൾക്കും അതിൻ്റെ നിറം നൽകിയത് ആരാണ്? അല്ലാഹു തആലയാണ്. അതിനൊന്നും സ്വന്തമായിട്ട് കഴിവില്ല. പൂക്കൾക്ക് സുഗന്ധം തരാനോ അല്ലെങ്കിൽ കാറ്റിന് നമ്മളെ ആനന്ദിപ്പിക്കാനോ വെള്ളത്തിന് നമ്മളെ തണുപ്പിക്കാനൊന്നും കഴിവില്ല. അത് മുഴുവൻ നൽകിയവൻ ആരാണ്? അല്ലാഹു തആലയാണ്. പിന്നെ എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ മറക്കുക എന്ന് ചോദിക്കണം. എന്തുകൊണ്ട് അതിലൊന്നും നിങ്ങൾക്ക് അള്ളാഹുവിനെ പ്രകടമാകുന്നില്ല നമ്മോട് ചോദിക്കാണ്. കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ, എങ്ങനെയാണ് വല്ല വസ്തുവും അവനെ മറക്കുക. വഹുവല്ലദീ അൽഹറ കുല്ല ശൈഇൻ, എല്ലാ വസ്തുക്കളെയും പ്രത്യക്ഷമാക്കിയത് ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇനി രണ്ടാമത്തെ വിഷയം, കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ, എങ്ങനെയാണ് വല്ല വസ്തുവും അവനെ മറക്കുക. വഹുവല്ലദീ ലഹറ ബികുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളും മുഖേനയും പ്രത്യക്ഷമായവൻ അവനാണ്. എല്ലാ വസ്തുക്കളും മുഖേനയും പ്രത്യക്ഷമായവൻ അവനാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സനുരീഹിം, ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരും, ആയാത്തിന, നമ്മളെ ദൃഷ്ടാന്തങ്ങൾ, ഫിൽ ആഫാഖി, അതായത് ചക്രവാളങ്ങളിൽ നിങ്ങൾക്ക് ഞാൻ എന്ത് കാണിച്ചു തരും? എൻ്റെ ദൃഷ്ടാന്തം കാണിച്ചു തരും. വഫി അൻഫുസിഹിം, ചക്രവാളങ്ങളിൽ നിന്ന് മാത്രമല്ല നിങ്ങളെ ശരീരങ്ങളിൽ വരെ, ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ വുജൂദ് വ്യക്തമാകുന്നത് വരെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളിലേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിന്റെ വുജൂദ് നമ്മൾ കാണുന്നുണ്ട്. ആകാശങ്ങളിലേക്ക് നോക്കുമ്പോൾ, ഭൂമികളിലേക്ക് നോക്കുമ്പോൾ, ഏതൊരു വസ്തുവിലേക്ക് നമ്മൾ നോക്കുമ്പോഴും അതിൽ ആര് പ്രകടമായി കാണുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്തും ഇറാദത്തിനെയും നമുക്ക് വ്യക്തമായി കാണുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നെ മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ സൃഷ്ടിച്ച ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്തുണ്ട്. ആ ഓരോ വസ്തുവിൻ്റെയും രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലുക. ഇതൊന്നും നമ്മളെ ഈ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട വിഷയങ്ങളല്ല, ഹൃദയം കൊണ്ട് ഒരു മനുഷ്യൻ അറിയേണ്ട കാര്യങ്ങളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ വിഷയം പറഞ്ഞു തരേണ്ട ആരല്ല, നമ്മളല്ല. വലിയ വലിയ ഉന്നതരായ ഔലിയാക്കൾ, അല്ലാഹുവിനെ അറിഞ്ഞ ആളുകളാണ് ഈ വിഷയം പറഞ്ഞു തരേണ്ട ആൾക്കാർ. ബഹുമാനപ്പെട്ടവർ പറയാണ്, എങ്ങനെയാണ് വല്ല വസ്തുവും അവനെ മറക്കുക. വഹുവല്ലദീ, നിശ്ചയമായിട്ടും അല്ലാഹു തആല, ലഹറ ബികുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളും മുഖേനയും അവന് ആരാണ്? പ്രത്യക്ഷമായവനാണ്. ഏത് വസ്തുവിലും എന്തുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുണ്ട്. പിന്നെ അദ്ദേഹം ചോദിക്കാണ്,
കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ഷൈഉൻ, എങ്ങനെയാണ് വല്ല വസ്തുവും അവനെ മറക്കുക? വഹുവല്ലദീ ലഹറ ഫീ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളിലും അവൻ എന്തുണ്ട്? പ്രത്യക്ഷമായവനാണ്. ഏതൊരു വസ്തുവിലേക്ക് നോക്കുമ്പോഴും എന്തുണ്ട്? അവനുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നമ്മൾ പറഞ്ഞില്ലേ, മാ റഅയ്തു ഷൈഅൻ, ഞാനൊരു വസ്തുവിനെയും കണ്ടിട്ടില്ല, ഇല്ലാ വറഅയ്തുല്ലാഹു ഫീഹി, അതിൽ ഞാൻ അള്ളാഹുവിനെ കണ്ടിട്ടില്ല. അപ്പൊ ഏതൊരു വസ്തുവിലേക്ക് നോക്കുമ്പോഴും അവർക്ക് ആരെയാണ് ആദ്യം കാണുന്നത്? അള്ളാഹുവിനെയാണ് കാണുന്നത്. അല്ലെങ്കിൽ ആ വസ്തുവിൽ അവർ എന്തിനെ കാണുന്നു? അള്ളാഹുവിനെ കാണുന്നു. ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി നാലാമത്തത്, കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ഷൈഉൻ, എങ്ങനെയാണ് വല്ല വസ്തുവും അവനെ മറക്കുക? വഹുവല്ലദീ ലഹറ ലികുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിലും അവൻ എന്തുണ്ട്? എല്ലാ വസ്തുവിലൂടെയും അവൻ എന്താണ്? പ്രത്യക്ഷമായവനാണ്. എല്ലാ വസ്തുവിലൂടെയും അവൻ പ്രത്യക്ഷമായവനാണ്. ഇപ്പൊ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്. നിസ്കരിക്കാനുള്ള കാരണം എന്താ? അള്ളാഹു നമ്മളിൽ പ്രത്യക്ഷമായത് കൊണ്ടാണ്. വാഹനം സഞ്ചരിക്കുന്നു, ആ സഞ്ചരിക്കാനുള്ള കഴിവ് എങ്ങനെ ഉണ്ടായതാ? അതിൽ അള്ളാഹു താല പ്രത്യക്ഷമായവനാണ്. ഈ ലോകത്തുള്ള സർവ്വചരാചര വസ്തുക്കളും അള്ളാഹു താലാക്ക് ദിക്ർ ചെല്ലുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, തുസബ്ബിഹു ലഹു സമാവാതു സബ്ഉ വൽ അർളു, 7 ആകാശങ്ങളും 7 ഭൂമികളും അള്ളാഹു താലാക്ക് എന്ത് ചെയ്യുന്നുണ്ട്? തസ്ബീഹ് ചെല്ലുന്നുണ്ട്. വമൻ ഫീഹിന്ന, ഈ 7 ആകാശങ്ങളിൽ എത്ര മലക്കുകളുണ്ട്, എന്തൊക്കെ ജീവജാലങ്ങളുണ്ടോ അത് മുഴുവൻ, അതേപോലെ തന്നെ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അള്ളാഹു താലാക്ക് എന്ത് ചെയ്യുന്നു? തസ്ബീഹ് ചെല്ലുന്നു. വഇമ്മിൻ ഷൈഇൻ, ഒരൊറ്റ വസ്തുക്കളുമില്ല, ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹു താലാക്ക് തസ്ബീഹ് ചെല്ലാത്ത ലോകത്ത് ഒരൊറ്റ വസ്തുക്കൾ പോലുമില്ല. പക്ഷേ വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും, പക്ഷെ നിങ്ങൾക്ക് അവരെ തസ്ബീഹ് മനസ്സിലാക്കാനുള്ള കഴിവില്ല. അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള. അപ്പൊ നായ്ക്കള് കടി കൂടുമ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് ഓല് കടി കൂടുക എന്നാണ്. പക്ഷെ ഓലയിൽ തസ്ബീഹ് ചെല്ലുന്നുണ്ട്. ശക്തമായ മഴ ഉണ്ടാകുന്ന സമയത്ത് ഈ തവളകൾ ഒച്ച ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നത് വല്ലാത്തൊരു മുസീബത്ത് തന്നെ ഉണ്ട്, ഓല ഒച്ച കാരണം ഉറങ്ങാൻ പറ്റണില്ല. ഓല അല്ലാഹു തആലാക്ക് ദിക്ർ ചെല്ലാണ്. എല്ലാ വസ്തുക്കളും, നമ്മൾ കല്ലെടുത്ത് എറിയുന്ന വസ്തുക്കളാവട്ടെ, നമ്മളെ ഇണക്കുന്ന വസ്തുക്കളാവട്ടെ, എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്? അല്ലാഹു തആലാക്ക് തസ്ബീഹ് ചെല്ലുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ട്, കുൻ ഹിറത്തൻ, നീ ഒരു പൂച്ചയാവുക. നീ ഒരു പൂച്ചയാവുക. എന്താ പൂച്ചയാവുക എന്ന് പറയണത്? ലോകത്ത് ഏറ്റവും കൂടുതൽ വിനയുള്ള ജീവി പൂച്ചയാണെന്നാ. അതുകൊണ്ട് കുൻ മുത്തവാലിയൻ, നീ ഒരു വിനയമുള്ള ജീവിയാകാന്ന. കുൻ ദീക്കൻ, നീ ഒരു കോഴിയാവുക എന്ന് പറയുന്നുണ്ട്. എന്താ കോഴി? നമ്മൾ സാധാരണ ഭാഷയിൽ കോഴി പറഞ്ഞാൽ അത് ഇത്ര രസകരമായ പദമല്ല. നീ ഒരു കോഴിയാവുക എന്ന് പറഞ്ഞെന്താ? പ്രഭാതത്തിന്റെ മുമ്പ് എല്ലാ കോഴികളും നമ്മൾ എന്ത് ചെയ്യും? വിളിച്ചുണർത്താറുണ്ട്. ആ കോഴിയെ പോലെ നീ ആവണം. ആ പ്രഭാത സമയത്ത്, സുബഹിന്റെ സമയത്ത് അള്ളാഹുവിനെ ഓർക്കുന്നൊരു വ്യക്തിയാകണമെന്ന്. അപ്പൊ ഏതൊരു വസ്തുക്കളിലും എന്തുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രകടമായിട്ടുണ്ട്. അപ്പോ ഈ വസ്തുക്കളൊക്കെ അള്ളാഹു താലാക്ക് തസ്ബീഹ് ചെല്ലാനുള്ള കാരണം എന്താ? അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? പ്രത്യക്ഷമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ജീവികൾക്കൊന്നും എന്ത് ചെയ്യാൻ കഴിയില്ല. ഇപ്പോ നമ്മൾ പെരിന്തൽമണ്ണ അങ്ങാടിന്ന് നമ്മൾ നാളെ ഇറച്ചി വാങ്ങാൻ പോവാണ്. ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് തസ്ബീഹ് ഇല്ലെങ്കിൽ നമ്മളെ അള്ളാഹു തആല ഒന്നും ചെയ്യൂല. നമ്മളിന്നിപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം മറന്നു, അല്ലെ നിസ്കരിക്കാൻ മറന്നു, അള്ളാഹു തആല ഒരു പക്ഷേ നമ്മൾ എന്ത് ചെയ്യൂല? ശിക്ഷിക്കൂല. പക്ഷെ പക്ഷികളും മൃഗങ്ങളും അതുപോലെയല്ല. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഹാവിലിൽ ഫതാവി എന്ന് പറയുന്ന കിതാബിൽ പറയുന്നുണ്ട്, ഏതൊരു പശു അള്ളാഹുവിനെ ദിക്ർ ചെല്ലാൻ മറന്നോ അതിനെ അന്ന് അറുക്കപ്പെടും. ഏതൊരു മത്സ്യം ദിക്ർ ചെല്ലാൻ മറന്നോ അതിനെ അന്ന് പിടിക്കപ്പെടും. ഏതൊരു കാട്ടിലെ മൃഗങ്ങളും തസ്ബീഹ് ചെല്ലാൻ മറന്നോ അന്ന് അതിനെ വേട്ടയാടപ്പെടും. അവർക്കൊന്നും ദിക്റില്ലെങ്കിൽ എന്തില്ല? ഈ ലോകത്ത് നിലനിൽപ്പില്ല. മനുഷ്യന്മാർക്ക് മാത്രമേ അള്ളാഹു താല ഖാസായിട്ട് അതിന്റെ പദവി കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഏത് വസ്തുക്കളും അള്ളാഹു താലാക്ക് ദിക്ർ ചെല്ലുന്നത് അള്ളാഹു അതിൽ പ്രകടമാകുമ്പോഴാണ്. അള്ളാഹു താല അത് ഹൃദയം കൊണ്ട് അറിയാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. പിന്നെ ബഹുമാനപ്പെട്ടവർ പറയാണ്, കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ഷൈഉൻ, എങ്ങനെയാണ് വല്ല വസ്തുവും അവനെ മറക്കുക? വഹുവല്ലാഹിറു, നിശ്ചയമായിട്ടും അള്ളാഹു താല പ്രത്യക്ഷമായവനാണ്. ഖബല വുജൂദി കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നതിന്റെ മുമ്പേ അള്ളാഹു താലയാണ് ഇവിടെ എന്ത് ചെയ്ത്? ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അള്ളാഹു താലയാണ് അസലിയും അബദിയൊക്കെ അള്ളാഹു താലയാണ്. അതായത് അവ്വലും ആഖിറൊക്കെ ആരെന്നെയാണ്? അള്ളാഹു താല. ഈ ലോകത്തുള്ള സകല വസ്തുക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ ആര് പടണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട്.
പിന്നെ എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് അള്ളാഹുവിനെ കാണാതിരിക്കാൻ കഴിയുന്നത്? ഈ വസ്തുക്കളിലൂടെ ഒക്കെ നോക്കുമ്പോ ഇത്രയും അത്ഭുതങ്ങൾ ഈ ലോകത്തുണ്ടായിട്ട് എന്തുകൊണ്ട് മനുഷ്യന്മാര് ഈ വസ്തുക്കളിലൊന്നും അള്ളാഹുവിനെ ദർശിക്കുന്നില്ല എന്നാണ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. അടുത്ത വിഷയം, കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ശൈഉൻ, എങ്ങനെയാണ് വല്ല വസ്തുവും അവനെ മറക്കുക? വഹുവ അൽഹറു മിൻ കുല്ലി ശൈഇൻ, എല്ലാ വസ്തുവിനേക്കാളും അവൻ നമ്മിലേക്ക് പ്രകടമായവനാണ്. ഇപ്പൊ എനിക്ക് ഒരു പക്ഷേ നിങ്ങളെ പെട്ടെന്ന് തിരിഞ്ഞോളുന്നില്ല. ബഹുമാനപ്പെട്ട എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്നു അജീബ റളിയല്ലാഹു അൻഹു എൻ്റെ ഓർമ്മ ശരിയാണ്, അദ്ദേഹം പറയുന്നുണ്ട്, ഒരു വലിയനെ തിരിയാൻ നല്ല പ്രയാസാണ്, അള്ളാഹുവിനെ തിരിയാൻ അത്ര പ്രയാസമല്ല. ഒരു വലിയനെ മനസ്സിലാക്കാൻ നല്ല പ്രയാസാണ്, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ അത്ര പ്രയാസം. കാരണം എന്താണ്? ഏതൊരു വസ്തുവിലേക്ക് നോക്കുമ്പോഴും അള്ളാഹു നമ്മോട് വളരെ നമ്മളെ വല്ലാതെ നമ്മളിലേക്ക് പ്രത്യക്ഷമായ എന്തിനും നമുക്ക് എന്തിനെ കാണാൻ കഴിയും? അള്ളാഹുവിനെ കാണാൻ കഴിയും. പക്ഷെ നമ്മൾ എന്ത് വേണം? നമ്മളാ നല്ല ബുദ്ധി കൊണ്ട് നോക്കണം, നല്ല ബുദ്ധി കൊണ്ട് നോക്കണം. ഒരു മഹാന് പ്രസംഗിച്ചു, ബഹുമാനപ്പെട്ട അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഒരാള് കണ്ടാൽ അദ്ദേഹം ഹിദായത്തിലാവുന്ന അബൂ യസീദ് അൽ ബിസ്താമി തങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഒരാള് കണ്ടാൽ ആ മനുഷ്യൻ എന്ത് ചെയ്യും? ഹിദായത്തിലാവും. അപ്പൊ അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ അബൂ യസീദ് ബിസ്താമിനെ കണ്ടിട്ട് ഒരാൾ ഹിദായത്തിലാകാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ റസൂലുള്ളാഹിനെ കണ്ട അബൂജഹൽ എന്തുകൊണ്ട് ഹിദായത്തിലായില്ല? റസൂലുള്ളാഹിനെ കണ്ട അബൂജഹൽ എന്തുകൊണ്ട് ഹിദായത്തിലായില്ല? അതിന് മഹാന്മാര് മറുപടി പറഞ്ഞു കൊടുത്തു. എന്ത്? റസൂലുള്ളാഹിനെ അബൂജഹൽ കണ്ടത് കേവലം ഒരു ആമിനയുടെയും അബ്ദുള്ളയുടെയും മകനായിട്ടാണ്. അഹങ്കാരത്തിന്റെ മനസ്സോടുകൂടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ ആര് സമീപിച്ചത്? അബൂജഹൽ സമീപിച്ചത്. മനസ്സിലാവുണ്ടോ? ഏതൊരു വിഷയത്തിലും ഹുസ്നുൽ ദന്ന് വേണം, നല്ല ഭാവന. നല്ല ഭാവന ഇല്ലെങ്കിൽ ഒന്നിലും നമുക്ക് അതിന്റെ സത്യം മനസ്സിലാക്കാൻ കഴിയില്ല. ഏതൊരു കാര്യവും ഒരു മർക്കട മുഷ്ടിയോടുകൂടെ ദുശ്ചിന്തയോടുകൂടെ സമീപിക്കുമ്പോൾ അതിലൊന്നും സത്യം മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോ നമ്മൾ ഏതിലും എന്തു വേണം? നല്ല ഭാവന ഉണ്ടാകണം. എന്നാലേ ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ. അപ്പൊ അബൂജഹൽ അള്ളാന്റെ റസൂലിനെ അഹങ്കാരത്തോടുകൂടെ കണ്ടു. ഞങ്ങൾക്കിടയിൽ ജീവിച്ച, ഞങ്ങളോട് കൂടെ ജീവിച്ച ഒരു മുഹമ്മദിനിക്ക് അള്ളാഹു തആല പ്രവാചകത്വം നൽകിയേ. അപ്പൊ കേവലം മാമിനയുടെയും അബ്ദുള്ളയുടെയും മകനായിട്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകരെ കണ്ടത്. എന്നാൽ സിദ്ദീഖ് തങ്ങൾ കണ്ടതോ അങ്ങനെയല്ല, മഹബത്തിന്റെ, വിനയത്തിന്റെ, ആദരവിന്റെ മനസ്സോടുകൂടെ കണ്ടു. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിൽ ഇരിക്കലാണ്. 2, അള്ളാഹുവിന്റെ പ്രവാചകനെ നോക്കിയിരിക്കലാണ്. 3, എൻ്റെ ഏതെങ്കിലും ഒരു മകളെ അള്ളാഹുവിന്റെ റസൂല് കല്യാണം കഴിക്കലാണ്. കാരണം അതിലൂടെ എന്ത് ചെയ്യാൻ കഴിയും? അള്ളാഹുവിലേക്ക് പിടിച്ചു കയറാൻ കഴിയും. കാരണം ഖുർബത്ത്, അതായത് ഖിദ്മത്ത് ഖുർബത്ത് ഉസ്ലത്ത് എന്ന, ഖിദ്മത്ത് ഖുർബത്ത് ഉസ്ലത്ത്. ഇനിയിപ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വിഷയം മാറിപ്പോകുള്ളൂ. കാരണം 5 അധികമായ കുഴപ്പമില്ലല്ലോ. ഖിദ്മത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സ്വഹാബി ഖിദ്മത്ത് എടുത്ത കഥ ഉണ്ട്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറങ്ങുന്ന സമയത്ത് ആ സ്വഹാബി ഒരു വെള്ളത്തിന്റെ കിണ്ടിയുമായി കാത്തിരിക്കും, അല്ലേ? വെള്ളത്തിന്റെ കിണ്ടിയുമായി കാത്തിരിക്കും. ഇവിടെ റസൂലുള്ള ഉണരുമ്പോ ആ കിണ്ടിയിൽ വെള്ളം കൊടുക്കും. പക്ഷെ റസൂലുള്ളാഹിനോട് അങ്ങോട്ടും സംസാരിക്കൂല, ഇങ്ങോട്ടും സംസാരിക്കൂല. എന്നാ റസൂലുള്ളാഹിന്റെ ഖാദിമ ഒന്നും അങ്ങോട്ടും സംസാരിക്കൂല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അള്ളാന്റെ റസൂല് ശക്തമായ തണുപ്പുള്ള രാത്രി തഹജ്ജുദിന് വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകർ എഴുന്നേറ്റപ്പോ തണുത്തു വിറച്ചുകൊണ്ട് ഈ മനുഷ്യൻ, ഈ സ്വഹാബി, ഒരു കിണ്ടി വെള്ളവുമായി റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുത്തപ്പോ അള്ളാന്റെ റസൂൽ ചോദിച്ചു ആ സ്വഹാബിയോട്, പ്രിയപ്പെട്ടവനെ, നിനക്കെന്താണ് വേണ്ടത്? നിനക്കെന്താണ് വേണ്ടത്? അദ്ദേഹം പറഞ്ഞു, നിങ്ങളോടുകൂടി എനിക്ക് സ്വർഗത്തിൽ കടക്കണം. വല്ലാത്തൊരു ചോദ്യമാണ്. നിങ്ങളോടുകൂടി എനിക്ക് സ്വർഗം. അപ്പൊ അള്ളാന്റെ റസൂൽ, മറ്റു വല്ലതും, വേറെ വല്ലതും? അല്ല, എനിക്ക് വേറൊന്നും ആവശ്യമില്ല. അള്ളാന്റെ റസൂൽ പറഞ്ഞു, എങ്കിൽ നീ സുജൂദ് ചെയ്തുകൊണ്ട് എന്നോട് സഹകരിക്കണം. നിസ്കരിച്ചിട്ട് എന്നോട് നീ എന്ത് ചെയ്യണം? സഹകരിക്കണം. മനസ്സിലാവുണ്ടോ? അപ്പോ ഹിദ്മത്തിലൂടെ റസൂലുള്ളാഹിയിലേക്ക് ഖുർബത്തുണ്ടായി, ഖുർബത്തിലൂടെ അള്ളാഹുവിലേക്ക് ഉസ്ലത്തുണ്ടായി. ഹിദ്മത്ത് പറഞ്ഞാല് സേവനം, സേവനത്തിലൂടെ റസൂലുള്ളാഹി, ഖുർബത്ത് പറഞ്ഞാൽ അടുത്തിട്ട് ആരിലേക്ക് അടുത്തു? അള്ളാഹുവിലേക്ക് അടുത്തു.
കാരണം റസൂലുള്ളാഹിന്റെ കൂടെ ഒരാൾക്ക് സ്വർഗത്തിൽ കിടക്കാനുള്ള അനുമതി എന്ന് പറഞ്ഞാല് അത് ചില്ലറ കേസൊന്നുമല്ല. മനസ്സിലാവുണ്ടോ? അത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇതൊക്കെ നല്ല ഹൃദയം കൊണ്ട് കേൾക്കുമ്പോഴേ നമുക്ക് ഇതിന്റെയൊക്കെ സത്യം മനസ്സിലാവുള്ളൂ എന്നപ്പോ പറഞ്ഞത്. അല്ല നിങ്ങളെ കൽബൊന്നും മോശാന്നുള്ള ഒരു ഇതിനെ പറഞ്ഞല്ലോ കേട്ടോ. നമ്മളൊക്കെ നന്നാകണം. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. ബഹുമാനപ്പെട്ടവർ പറയാണ്, കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ഷൈഉൻ, എങ്ങനെയാണ് വല്ല വസ്തുവും അവനെ മറക്കുക. വഹുവൽ വാഹിദു, അവൻ ഏകനാണ്. അല്ലദീ ലൈസ മഅഹു ഷൈഉൻ, അവനോടുകൂടെ മറ്റൊരാളും ഇല്ല. അല്ലാഹു തആല തന്നെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ, ഈ ലോകത്ത് അല്ലാഹു അല്ലാതെ മറ്റു ഇലാഹുകൾ ഉണ്ടാകുകയാണെങ്കിൽ ഈ ലോകം എന്നേ ഫസാദായി പോയിട്ടുണ്ടാവും. അല്ലാഹു തആലക്ക് തുല്യനായിട്ട് ഒന്നുമില്ല. അല്ലാഹു തആല ഏകനാണ്. അല്ലാഹു തആല ഏകനാണ് എന്നതിനെ സൂചിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ലോകത്തുണ്ട്. എല്ലാ കാര്യങ്ങളും എന്തുണ്ട്? അതൊക്കെ പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മോട് പറയുന്നുണ്ട്. അല്ലാഹു തആലയുടെ ഏകത്വത്തിനെ കുറിച്ച് പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാഹു തആല അതൊക്കെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. പിന്നെ ചോദിക്കാണ്, കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ഷൈഉൻ, എങ്ങനെയാണ് വല്ല വസ്തുവും അവനെ മറക്കുക. വഹുവ അഖ്റബു ഇലൈക മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുവിനേക്കാളും നിങ്ങളിലേക്ക് ഏറ്റവും അടുത്തവൻ ആരാണ്? അവനാണ്. എല്ലാ വസ്തുക്കളെക്കാളും നിങ്ങളെ ഏറ്റവും സ്വന്തം എന്ന് കരുതുന്ന പല ആൾക്കാരുണ്ടല്ലോ, അവരെക്കാളും കൂടുതൽ അടുത്തവൻ ആരാണ്? അല്ലാഹു തആലയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറയുന്നുണ്ട്, വനഹ്നു, നമ്മൾ, അഖ്റബു ഇലൈഹി, എന്റെ അടിമയിലേക്ക് ഏറ്റവും അടുത്തവനാണ്, മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ കണ്ടനാടിയേക്കാൾ അടുത്തവനാണ് ഞാൻ, അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തവനാണ് ഞാൻ. എന്താണ്? ഐനമാ കുന്തും വഹുവ മഅക്കും, നിങ്ങൾ എവിടെയാണെങ്കിലും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. ഇതൊക്കെ അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ആയത്താണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. അപ്പോ ഇത്രയും അടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടായിട്ട് എങ്ങനെയാണ് നമുക്ക് അല്ലാഹുവിനെ ദർശിക്കാതിരിക്കാൻ കഴിയുക? ഞാൻ മുമ്പ് നിങ്ങളോട് കഥ പറഞ്ഞോട്ടെ, വൈകിട്ടില്ലല്ലോ. മഹദിയാകുന്ന റാബിയത്തുൽ അദവിയ്യന്റെ ഒരു കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. ഒന്നുകൂടി മനസ്സിലാകാൻ വേണ്ടി പറയണം. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഒരിക്കൽ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ എന്തൊക്കെ വസ്തുക്കൾ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കുറെ ആൾക്കാരെ കൂടെ പോകുമ്പോൾ മഹദിയോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്താണ് അവിടെ തെരയണ്? അപ്പൊ മഹദി പിന്നെയും തെരയാണ്. അപ്പൊ ആൾക്കാർ വന്നിട്ട് മൂപ്പത്തിയുടെ കൂടെ എന്ത് ചെയ്തു? തെരഞ്ഞു. അപ്പൊ എന്താ തെരയെന്ന് ചോദിച്ചപ്പോ മൂപ്പത്തിയുടെ കൂടെ അങ്ങനെ തെരഞ്ഞു. അപ്പൊ എന്താ തെരയെന്ന് ചോദിച്ചപ്പോൾ സൂചിയാണ്. ഒരു സൂചി വീണ് വയ്ക്കുക. അങ്ങനെ മൂപ്പത്തിയുടെ പിന്നാലെ മറ്റുള്ളവരും ഇങ്ങനെ തെരാൻ കൂടി. തെരഞ്ഞിട്ട് ആർക്കും കിട്ടണില്ല. അവസാനം ആൾക്കാർ ഭയങ്കരമായിട്ട് ചോദിച്ചു, അല്ല ഈ സൂചി എവിടെ പോയത് ചോദിച്ചു. അത് പെരന്റെ ഉള്ളിലാണ്. അപ്പൊ ആൾക്കാർ പറഞ്ഞു, നിങ്ങൾ എന്തൊരു പൊട്ടത്തിയാണ്, പെരന്റെ ഉള്ളിൽ പോയ സൂചി ഉള്ളിലല്ലേ തെര, അത് പുറത്താണോ തെര? അപ്പൊ മഹദി പറഞ്ഞു, നിങ്ങളാണ് ഏറ്റവും വലിയ പൊട്ടന്മാര്. അള്ളാഹു നിങ്ങളുടെ ഉള്ളിലുണ്ട്, പക്ഷെ നിങ്ങൾ അള്ളാനെ പുറത്ത് അന്വേഷിക്കുകയാണ്. നിങ്ങൾ ഏറ്റവും വലിയ പൊട്ടന്മാരാണ്. നിങ്ങളിൽ എന്തുണ്ട്? വഫി അൻഫുസിഹിം, നിങ്ങളിൽ അള്ളാഹു തആല ഉണ്ട്, എന്നിട്ട് നിങ്ങളത് പുറത്ത് തെരയണോന്ന് മഹദി ചോദിക്കണ്ടായി. നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യാണ്? അത് പുറത്ത്. അപ്പൊ നമ്മളോട് ഏറ്റവും നമ്മളെ കണ്ട നാടിയേക്കാൾ ആരടുത്തിട്ടുണ്ട്? അള്ളാഹു തആല. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ വഴിയെ പറയും. ഓരോന്നിന്റെയും വിഷയങ്ങൾ, കൽബിന്റെയും റൂഹിന്റെയും സിറിന്റെയും ഖഫീന്റെ അഖ്ഫന്റെയും അനന്റെയും ഓരോന്നും വ്യത്യസ്തമായി അതിന്റെ കളറുകളും അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയണം ഇൻഷാ അല്ലാഹ്. വലിയ വലിയ വിഷയങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ഷൈഉൻ, എങ്ങനെയാണ് വല്ല വസ്തുവും അവനെ മറക്കുക. വഹുവ അഖ്റബു ഇലൈക, അവൻ നിന്നിലേക്ക് ഏറ്റവും അടുത്തവനാണ്. മിൻ കുല്ലി ഷൈഇൻ, എല്ലാ വസ്തുക്കളെക്കാളും അവൻ നിന്നിലേക്ക് ഏറ്റവും അടുത്തവനാണ്. ഇനി രണ്ട് വിഷയം കൂടിയേ പറയാനുള്ളൂ. കൈഫ യുതസവ്വറു അൻ യഹ്ജുബഹു ഷൈഉൻ, എങ്ങനെയാണ് വല്ല വസ്തുവും അവനെ മറക്കുക. വലൗലാഹു മാ കാന വുജൂദു കുല്ലി ഷൈഇൻ, വലൗലാഹു, അല്ലാഹു തആല ഇല്ലായിരുന്നുവെങ്കിൽ, മാ കാന വുജൂദു കുല്ലി ഷൈഇൻ, ഒരൊറ്റ വസ്തുക്കൾക്കും അസ്തിത്വം ഉണ്ടാകുമായിരുന്നില്ല. അല്ലാഹു തആല ഇല്ലായിരുന്നുവെങ്കിൽ മുഹമ്മദ് ഉവൈസ് ആകുന്ന ഞാനില്ല, നിങ്ങളൊന്നുമില്ല, ഈ ലോകത്തെ ഒരു വസ്തുക്കളും ഇല്ല. എന്നിട്ടും എങ്ങനെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനെ ദർശിക്കാതിരിക്കാൻ കഴിയുന്നത്? അള്ളാഹു നിങ്ങൾക്ക് കാണുന്നില്ലേ? അള്ളാഹു തആല നിങ്ങൾക്ക് കാണുന്നില്ലേ എന്ന് ചോദിക്കണത്. അതായത് ഒരു പൂവിന്റെ സുഗന്ധം നമ്മളിങ്ങനെ വാസനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് എൻ്റെ പ്രപഞ്ചനാഥനാകുന്ന അള്ളാഹു തആല എന്നിലേക്കൊരു സുഗന്ധം അടിച്ചു വീശി തന്നതാണ്. ഒരു മന്ദമാരുതൻ, ശക്തമായ ചൂടുള്ള സമയത്ത് ഒരു മന്ദമാരുതൻ അടിച്ചു വീശുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതെന്റെ പ്രണയനാഥൻ എന്നെ തലോടിയതാണെന്ന് മനസ്സിലാക്കണം. ഒരു കവി വർണ്ണിച്ചതുപോലെ, അല്ലേ,
ആരാരും കാണാത്ത ഇരുട്ടറക്കുള്ളിൽ വെച്ച് ചിത്രം വരച്ചവൻ ആരാന്നൊരു ചോദ്യം. താങ്ങിപ്പിടുത്തും കൊണ്ട് താരാട്ട് പാടിക്കൊണ്ട് കാവൽ ഇരുന്നവൻ ആരാ? നമ്മളൊക്കെ രാത്രി ചെറിയ കുട്ടിயான സമയത്ത് നമ്മൾ ഉറങ്ങുകയാണ്, ഇപ്പുറത്ത് നമ്മളെ ഉമ്മ ഉറങ്ങുന്നുണ്ട്, ഇമ്മ നല്ല ഉറക്കാ, നമ്മൾ കണ്ണും തുറന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ കരയാതെ ക്ഷമയോടുകൂടെ ഇങ്ങനെ കിടക്കുക. ആരാണ് നമ്മൾ ആ സമയത്ത് പരിപാലിക്കുന്നത്? പ്രപഞ്ചനാഥനാകുന്ന അള്ളാഹുവിന്റെ സ്നേഹമാണ് നമ്മളെ ആ കിടത്തങ്ങനെ കിടക്കാൻ നമ്മളെ പ്രചോദിപ്പിക്കുന്നത്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് അവസാനം ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങൾ പറയാണ്, യാ അജബാ, വല്ലാത്ത അത്ഭുതമേ, കൈഫ യൽഹറുൽ വുജൂദു ഫിൽ അദമി, എങ്ങനെയാണ് അസ്തിത്വമുള്ള അള്ളാഹു തആല അസ്തിത്വമില്ലാത്ത ഒരാളിൽ പ്രകടമാകുന്നത്? അസ്തിത്വമുള്ള അള്ളാഹു തആല അസ്തിത്വമില്ലാത്ത ഒരാളിൽ എങ്ങനെയാണ് അള്ളാഹു തആല പ്രത്യക്ഷനാകുന്നത്? അല്ലെങ്കിൽ കൈഫ യസ്ബുത്തുൽ ഹാദിസു മഅമൻ ലഹു വസ്ഫിൽ ഖിദമി, അനാദി എന്ന് പറയുന്ന, അന്ത്യമില്ലാത്ത അനാദി എന്ന വിശേഷണമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല നാദിയാകുന്ന മനുഷ്യന്മാരോട് കൂടെ എങ്ങനെയാണ് സുബൂത്താവുക? ഇങ്ങോട്ട് നോക്കുക, ഈ ലാസ്റ്റ് പറഞ്ഞതിന്റെ ഒരു ഉത്സാരം ഞാൻ പറഞ്ഞുതരാം. മനുഷ്യൻ എന്ന് പറയുന്ന വിശേഷണം ഉള്ളതോടുകൂടെ ഒരാൾക്കും അള്ളാഹുവിനെ അറിയാനോ അള്ളാഹുവിനെ കാണാനോ കഴിയില്ല. മനുഷ്യൻ എന്ന് പറയുന്ന മണ്ണിന്റെ അവസ്ഥ ഉണ്ടല്ലോ, അത് നമ്മളിൽ നിന്ന് പോണം. ആദ്യം മണ്ണിന്റെ അവസ്ഥ നമ്മളിൽ നിന്ന് പോണം. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഗാറ് സൗറില് ധ്യാന നിമഗ്നനായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണല്ലോ മലക്ക് വരുന്നത്, അല്ലെ? മലക്കിനെ അതുവരെ അള്ളാന്റെ റസൂൽ കണ്ടിട്ടില്ല. കണ്ടപ്പോ ആകെ പേടിച്ചു പോയി, അല്ലെ? കണ്ടപ്പോ ആകെ പേടിച്ചു പോയി. ഇഖ്റ, നിങ്ങൾ വായിക്കുന്ന അള്ളാന്റെ റസൂൽ പറഞ്ഞു, അല്ലെ? 2-3 തവണ പറഞ്ഞു ഇഖ്റ ഇഖ്റ. റസൂൽ പറഞ്ഞു, മാ നബിക്കാരീൻ, ഞാൻ വായിക്കാൻ അറിയുന്ന ആളല്ല, ഞാൻ വായിക്കാൻ അറിയുന്ന ആളല്ല. ആ സമയത്ത് ഫഗത്തഹു, സയ്യിദുനാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ റസൂലിനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. റസൂലുള്ളാഹിനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ചു. മണ്ണ് കൊണ്ട് പടച്ചൊരു പ്രവാചകനെ പ്രകാശം കൊണ്ട് പടച്ചൊരു മലക്കും കൊണ്ട് കൂട്ടിപ്പിടിച്ചപ്പോ ആ പ്രകാശത്തിന്റെ വിശേഷണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അങ്ങോട്ട് പോയി. ആ മണ്ണിന്റെ വിശേഷണം മാഞ്ഞു പോയി. റസൂലുള്ള പ്രകാശത്തിന്റെ അവസ്ഥയായി, അല്ലെ? ലഖദ് ജാഅകുൻ റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അങ്ങനെ പറഞ്ഞ അള്ളാഹു താല മറ്റൊരു ഭാഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകരെ പറയുന്നത് അള്ളാന്റെ റസൂല് നൂറാണ്, അള്ളാന്റെ റസൂല് നൂറാണ്. ആ പ്രകാശത്തിന്റെ അവസ്ഥ ആ മണ്ണിന്റെ അവസ്ഥ പോയി എന്തായി മാറി? പ്രകാശത്തിന്റെ അവസ്ഥയായി മാറി. അങ്ങനെ ആയതിനു ശേഷമാണ് പിന്നെ അള്ളാഹുവിനെ കാണാൻ വേണ്ടി ആര് പോയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത്. അപ്പൊ പ്രകാശത്തിന്റെ വിശേഷണം ഒരു മനുഷ്യരിൽ ഉണ്ടായിരിക്കെ എന്ന് പറഞ്ഞാൽ അദമീയത്ത് ഒരു മനുഷ്യന്, ഇരുട്ടി എന്ന് പറയുന്ന അന്ധകാരം എന്ന് പറയുന്ന ഒരു സാധനം ഒരു മനുഷ്യനിൽ ഉണ്ടായിരിക്കെ അവനക്ക് ആരെ കാണാൻ കഴിയില്ല? അള്ളാഹുവിനെ കാണാനോ അറിയാനോ കഴിയില്ല. നമ്മൾ എന്ന് പറയുന്ന ആ വിശേഷണം ഇല്ലാതെയായിട്ട് അവൻ എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം? ഒരു മനുഷ്യനെത്തണം. എങ്കിലേ എന്തിനെ കാണാൻ കഴിയുള്ളൂ? അള്ളാഹുവിനെ. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നു അജീബ തങ്ങൾ പറയുന്നത്, അസ്തിത്വമില്ലാത്ത ഒരുത്തനോടുകൂടെ അസ്തിത്വമുള്ള അള്ളാഹു താല എങ്ങനെ വെളിവാകുക? ഹാദിസായ ഒരു മനുഷ്യനോടുകൂടെ അനാദിയായ അള്ളാഹു താല എങ്ങനെ വെളിവാകും? വെളിവാകൂല. വെളിവാകണമെങ്കിൽ ഓന്റെ ഹൃദയത്തിലുള്ള എല്ലാ രോഗങ്ങളെയും ഇല്ലായ്മ ചെയ്ത് ഹൃദയത്തിന്റെ കണ്ണു തുറന്ന് മനുഷ്യന്റെ വിശേഷണങ്ങൾ അവനിൽ നിന്ന് മാഞ്ഞു പോയി റൂഹ് ഇൻസാനി എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് റൂഹ് സൈറാനി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. സൈറാനി എന്ന് പറഞ്ഞതാണ്. ആ അവസ്ഥയിലേക്ക് അവൻ മാറണം. എന്നാലേ എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? അള്ളാഹുവിനെ പുൽകാനും അറിയാനും കഴിയുള്ളൂ. ഈ സൈറാനി മാത്രമല്ല കേട്ടോ, അവിടുന്ന് അങ്ങോട്ട് സുൽത്താനി ഉണ്ട്, റൂഹ് ഖുദ്സി ഉണ്ട്, ഏറ്റവും ഉന്നതമായ തലങ്ങളൊക്കെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്കതൊക്കെ പറയാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ നമ്മൾ ഉള്ള അറിവിനെ എന്ത് ചെയ്യാന്നറിയോ? ഏത് കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും അതിൽ അള്ളാഹുവിനെ കാണാനുള്ള ഒരു കഴിവ്. ഇത് വലിയ ഇൽമൊന്നും വേണമെന്നില്ല, ഒരുപാട് പഠിക്കണമെന്നൊന്നുമില്ല. ഏതൊരു വിഷയം കാണുമ്പോഴും ഇപ്പൊ നമ്മള് വിലമതിക്കാൻ പറ്റാത്തൊരു വണ്ടി കാണുകയാണ്. ആ വണ്ടിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുദ്റത്ത് കാണും. നല്ലൊരു ചുറുക്കുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ വരികയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, ആ മനുഷ്യന്റെ സൗന്ദര്യത്തിൽ നമ്മൾ ആരെ കാണണം? അള്ളാഹുവിനെ കാണണം. നമ്മൾ നല്ല വിശപ്പുള്ള സമയത്ത് നല്ല ഒരു ടേസ്റ്റ് ഉള്ള ഭക്ഷണം മസാലയിൽ പോയിട്ട് കഴിക്കുകയാണ്. അതിങ്ങനെ കഴിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എന്ത്? ഈ നാവിന് ഇത്രയും നല്ല രുചി തന്നത് ആരാണ്?
പ്രപഞ്ചനാഥനായ അള്ളാഹുവാണ്. നമ്മൾ ഊട്ടിയിലെ ഫ്ലവർ ഷോ കാണാൻ പോകുമ്പോൾ ഒരുപാട് പൂവുകൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇതൊക്കെ എൻ്റെ പ്രണയനാഥൻ എന്നെ പുഞ്ചിരി തൂകുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു കഴിവ് ആർക്ക് വേണം? ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. അതിന്റെ ബാഹ്യമായ രൂപമാണ് നമ്മൾ പറഞ്ഞത്, ആന്തരികമായ രൂപം ഇങ്ങനൊന്നുമല്ല. ഇൻഷാ അല്ലാഹ് വഴിയെ പറയാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.